ഹായ് ഫ്രണ്ട്സ്, ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് 54 ആപ്ലിക്കേഷൻസ് ഒക്കെ ബാൻ ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മുടെ ഗരീന ഫ്രീ ഫയറും ഉണ്ട് എന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ബാൻ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. പിന്നെ അത് മാത്രമല്ല, ഈ ബാൻ മാറിയിട്ട് ഫ്രീ ഫയർ എപ്പോഴായിരിക്കും നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് തിരിച്ചു വരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ANI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്വിറ്റർ പേജ് ഇവിടെ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും 54 ചൈനീസ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇവിടെ ബാൻ ചെയ്തിരിക്കുകയാണെന്നാണ് ഫ്രണ്ട്സ് ഇവിടെ പറയുന്നത്. സെൽഫി ക്യാമറ, ഈക്വലൈസർ, ബാസ് ബൂസ്റ്റർ, ക്യാം കാർഡ് ഫോർ സെയിൽസ് ഫോഴ്സ്, ഐസോലാൻഡ്, പിന്നെ ആഷസ് ഓഫ് ടൈംലൈറ്റ് തുടങ്ങിയ ഒട്ടേറെ ചൈനീസ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇവിടെ ബാൻ ആയിരിക്കുകയാണ്. നമുക്കിവിടെ 54 ആപ്ലിക്കേഷൻസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. എന്തായാലും ബ്യൂട്ടി ക്യാമറ, പിന്നെ സെൽഫി തുടങ്ങിയ ഒട്ടേറെ ചൈനീസ് ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 54 ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ ബാൻ ചെയ്തിരിക്കുന്നത്. 54ാമത്തെ ആപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഗരീന ഫ്രീ ഫയർ, എലുമിനാറ്റി എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇപ്പോൾ വന്ന ഒരു വാർത്തയാണ്. ഇത് കൺഫേം ആണ്, അതായത് ഇത് ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ആരും സെഡ് ആവേണ്ട യാതൊരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് നമ്മുടെ ഫ്രീ ഫയർ തിരിച്ചു വരുന്ന കാര്യം 100% ഗ്യാരണ്ടിയാണ്, ഉറപ്പായിരിക്കും. പണ്ട് പബ്ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം ബാൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇനി പബ്ജി ഒരിക്കലും തിരിച്ച് ഇന്ത്യയിലേക്ക് വരില്ല എന്ന് വിചാരിച്ചു. അവർ ചൈനീസ് ആയിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിട്ട് പുതിയ ആപ്ലിക്കേഷൻസ് ഇറക്കി, BGMI എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ആപ്ലിക്കേഷൻസ് ഇറക്കി, പുതിയ ഗെയിം ഇറക്കിയവർ. സോ ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫ്രീ ഫയറും തിരിച്ചു വരുന്നതായിരിക്കും നമ്മുടെ പ്ലേ സ്റ്റോറിലോട്ട്. ഇനി ഇത് കൺഫേം ആയിട്ടുള്ള ന്യൂസ് ആണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് പറയുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അത് ഫ്രീ ഫയർ പരിഹരിച്ചിട്ട് ഇഷ്യൂ ക്ലിയർ ചെയ്തിട്ട് തിരിച്ച് പ്ലേ സ്റ്റോറിലേക്ക് വരുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫ്രീ ഫയർ എന്ന് വെച്ചാൽ ഒരുപാട് ബിഗ് ഫാൻ ബേസ് ഉള്ള ഒരു ഒരു ഗെയിമാണ്. ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് കളിക്കുന്ന ഒരു സർവറാണ് ഇന്ത്യൻ സർവർ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സർവറിലേക്ക് അവർ എന്തായാലും തിരിച്ച് ഫ്രീ ഫയർ കൊണ്ടുവരുന്നതായിരിക്കും. വൈകാതെ തന്നെ പബ്ജി ബാൻ ചെയ്തപ്പോൾ BGMI വന്ന പോലെ തന്നെ ഇനി ഫ്രീ ഫയറും വരുന്നതായിരിക്കും. ഇതൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ലിസ്റ്റ് ആണെന്ന് അറിയില്ല. ഇത് ഫേക്ക് ആവാനൊക്കെ ചാൻസ് കൂടുതലാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റ്, അതായത് ഫ്രീ ഫയർ ബാൻ ആയി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ 100% ഗ്യാരണ്ടി ഒന്നും പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ ഗവൺമെന്റ് ഇതുവരെയും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഫേക്ക് ന്യൂസ് ആയിട്ട് നമ്മുടെ ഫ്രീ ഫയർ പ്ലേ സ്റ്റോറിലേക്ക് തിരിച്ചു വരാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം ഫ്രീ ഫയർ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഫ്രീ ഫയർ ഈസ് നോട്ട് ബാൻഡ്, ടീം ഈസ് വർക്കിംഗ് ഓൺ ഇറ്റ്, പ്ലീസ് വെയിറ്റ് എന്ന് ഇവിടെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫ്രീ ഫയർ വേൾഡ്, അതായത് ഫ്രീ ഫയറിന്റെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അവിടെയാണ് ഇവിടെ കമന്റ് വന്നിരിക്കുന്നത്. അവർ കമന്റ് അടിച്ച് ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ലൊരു വാർത്ത പ്രതീക്ഷിക്കാം. ഇതെല്ലാം ഫേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഫ്രീ ഫയർ തിരിച്ചു വരാനൊക്കെ ചാൻസ് ഉണ്ട് പ്ലേ സ്റ്റോറിലോട്ട്. സോ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. അത് മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ അടിക്കുക, മാക്സിമം സപ്പോർട്ടും തരിക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.